അവർ അതിൻ്റെ ഒരു ഭ്രൂണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ദുരുദ്ദേശപരമായ നീക്കം തന്നെയാണ് ഉണ്ടായതെന്ന്. കാരണം അയാളെ കുരുക്കാൻ തന്നെയാണ്. ഇവർ മാരീഡാണോ ഇല്ല, മാരീഡാണെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആണോ ഇല്ലയോ നമുക്ക് കൃത്യതയില്ല. എന്തായാലും ഒരു മാരീഡ് വുമൺ ഇങ്ങേരുമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട് അവർ ഇവിടെ വന്ന് ഒരു ഹോട്ടലിൽ താമസിച്ചു. അവിടെ ഇയാൾ വന്നു, അങ്ങനെ ബന്ധപ്പെട്ടു, ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ആരോപണം. അതേസമയത്ത് ഇവർ ഈ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ആരോപിക്കട്ട ആൾക്ക് അവർ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം അവർ വിദേശത്ത് അവരുടെ സ്ഥലത്തേക്ക് ഇയാൾ ചെല്ലുകയും ചെയ്തിട്ടുണ്ട്. അതിന് അവർ തന്നെ ഇദ്ദേഹത്തിന് അതിൻ്റെ ഫെയർ ചാർജ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ ഇദ്ദേഹത്തിന് കോസ്റ്റ്ലി ആയിട്ടുള്ള പല വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, വാച്ചുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവർ ഓർഡർ ചെയ്ത് അങ്ങനെ കൊടുക്കുകയുണ്ട്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇൻറ്റിമസിയാണ്, പ്രായപൂർത്തിയായവരാണ്, അവർ വിവാഹിതയാണ്. അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് നമുക്ക് ഈ റേപ്പിൻ്റെ സെക്ഷൻ നിലനിൽക്കത്തില്ല.